സ്വാഭാവികമായും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാവിന്റെ ഒപ്പം നിന്നും സമരം നടത്തുക, നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പിന്മാറിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സമരത്തിൽ പങ്കാളി തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് വേറെ മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന് തന്നെ ഫുട്ബോൾ മേഖലയിൽ ശ്രദ്ധേയനായ CK വിനീത്, അതുപോലെ തന്നെ ഗായകൻ അരോഷി, എഴുത്തുകാരി നവമി, വേടന്റെ ഭാര്യ തുടങ്ങിയവർക്കെല്ലാം എതിരായി ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികരണത്തോടൊപ്പം പ്രായോഗികമായിട്ട് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാട്ടുപാടിയതിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രാഷ്ട്രീയ വിലയിരുത്തൽ കഴിഞ്ഞ 2 മാസക്കാലം UDF അധികാരത്തിൽ വന്ന് അതിനുശേഷമുള്ള 2 മാസക്കാലം പൊതുവായിട്ട് വിലയിരുത്തിയാൽ കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധം BJPയുടെ നയങ്ങളുമായി UDF സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. BJPയുമായുള്ള UDFന്റെ ബന്ധം അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് നൽകിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ വിജയമുണ്ടാക്കാനായത് എന്ന് ഞങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോഴും ആ ബന്ധം തുടരുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം ഇടം നൽകാത്ത LDFന്റെ ഭരണകാലം എല്ലാവർക്കും ഓർമ്മയുണ്ട്.